ഹായ് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഡിസ്കസ് സെറ്റപ്പിനെ കുറിച്ചും ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടില്ലേ, എന്തൊക്കെ ഡിസ്കസ് ഫിഷായില്ലേ, അതിലും കൂടെ എന്തൊക്കെ ഫിഷായില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ ടാങ്കിൻ്റെ സൈസ് വെച്ചാൽ 4 feet ഇൻറ്റു 2 feet ഇൻറ്റു 1.8 feet ആയില്ലേ. അതായത് ഹൈറ്റ് 2 feet ഉണ്ട്, പക്ഷെ നീളം 4 feet, അതുപോലെ വീതി വരുന്നത് 1.8 feet ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 320 ലിറ്റർ കപ്പാസിറ്റി അതിൽ കൂടുതലുണ്ട് തോന്നുന്നു. അപ്പോൾ 320 വെച്ചാൽ ഫുൾ കപ്പാസിറ്റിയാണ്, പക്ഷേ ഫുൾ എന്തായാലും വെള്ളം നിറക്കാറില്ല. അപ്പോൾ ഏകദേശം ഒരു 300 ലിറ്റർ അറ്റ്ലീസ്റ്റ് ഉണ്ടാവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു 300-നടുത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല 3 ഫിൽട്രേഷൻ ഉണ്ട്. 3-ൽ 2 ഹാങ് ഓൺ ഫിൽറ്റേഴ്സാണ്. പിന്നെ ഉള്ളത് ഒരു കാനിസ്റ്റർ ഫിൽറ്ററാണ്. ഈ കാനിസ്റ്റർ ഫിൽറ്റർ മാത്രം ശരിക്കും മതി ഈ അക്വേറിയത്തിന്, പക്ഷേ സ്റ്റിൽ ഞാനൊരു എക്സ്ട്രാ സേഫ്റ്റി എന്നുള്ളതുപോലെയും വെള്ളം നല്ല ക്ലിയറായി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള 2 ഫിൽറ്റേഴ്സും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ ഫിഷസ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ബാക്കപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഫിൽട്രേഷൻ ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ യൂസ് ചെയ്യുന്ന ഫിൽറ്ററൊന്നും വെള്ളത്തിൽ അധികം ഫ്ലോവും കാര്യങ്ങളും കറണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല ഡിസ്കസ് ഫിഷിന്. പൊതുവേ ഡിസ്കസ് കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ട് സ്വിം ചെയ്യുന്നൊരു ഫിഷാണ്. അപ്പോൾ അധികം ഫ്ലോ കറണ്ട് അവർക്ക് വേണ്ട, അതുകൊണ്ട് ഫിൽട്രേഷൻ സെറ്റപ്പ് ഇത് ഓക്കെയാണ് ഈ ടാങ്കിൽ. പിന്നെ ഒരു വേവ് മേക്കർ ഉണ്ട്, പക്ഷേ വേവ് മേക്കർ ഞാൻ ഫുൾ ടൈം ഓൺ ചെയ്ത് വെക്കാറില്ല, കാരണം അത്യാവശ്യം ഒരു വാട്ടർ കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ എല്ലാ ടൈമും അതിൻ്റെ ആവശ്യമില്ല ഡിസ്കസ് ഫിഷിന്. ഡിസ്കസ് കുറച്ചുകൂടെ സ്ലോ സ്വിമ്മിങ്, പീസ്ഫുള്ളായിട്ട് സ്വിം ചെയ്യുന്ന ഫിഷാണ്. അത്ര അഗ്രസീവായിട്ടുള്ള കറണ്ട് വേണമെന്നില്ല ഡിസ്കസിന്. പക്ഷേ ഇതിൽ വേസ്റ്റും ഫുഡ് വേസ്റ്റും ഇപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഞാൻ വേവ് മേക്കർ ഓൺ ചെയ്യുക. അപ്പോൾ ഒരു ഫ്ലോയിൽ അവിടുന്ന് വേസ്റ്റൊക്കെ ഒഴുകി ഇപ്പുറ സൈഡിലേക്ക് വരും. ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ഞാൻ വേവ് മേക്കർ യൂസ് ചെയ്യുന്നു. പക്ഷെ അതും അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ചെയ്യാറുള്ളൂ. അടുത്തത് ഈ ടാങ്കിൽ എന്തൊക്കെ ഫിഷിൽ ഞാൻ കാണിച്ചു തരാം. ഇതൊരു പ്ലക്കോണ്. പ്ലക്കോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആൽഗെ ക്ലീനിങ്ങും അതുപോലെ ഫുഡ് എക്സസ് ഫുഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പ്ലക്കോ. പിന്നെ കോറിഡോറയുണ്ട്. കോറിഡോറോ ഒരു 4-5 പീസ് ഉണ്ട്. അവരും അതിന് ബോട്ടം ഫീഡേഴ്സാണ്, അത്യാവശ്യം ആക്റ്റീവ് ആയിരിക്കും എല്ലാ ടൈമും. കിഴത്തിൻ്റെ ബോട്ടം ഉണ്ടാകുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അവർ കഴിക്കും. ഡിസ്കസ് എപ്പോഴും എല്ലാ കൊടുത്ത ഫുഡ് ഫുള്ള് തീർക്കണമെന്നില്ല, അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഫുഡ് തീർക്കാനാണ് ഞാൻ ഇങ്ങനത്തെ ഫിഷസൊക്കെ ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് ടൈപ്പ് ഓഫ് ടെട്രേഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാൻ പറ്റിയ ടെട്രയില്ല. ഇത് മിന്നോ ടെട്ര എന്ന് പറയും, ഗോൾഡൻ മിന്നോ ടെട്ര. പിന്നെ അത് ബ്ലാക്ക് നിയോൺ ടെട്ര. പിന്നെ കുറച്ച് കാർഡിനൽ ടെട്രസ് ഉണ്ട്. കാർഡിനൽ നല്ല രസമാണ്, റെഡും ബ്ലൂവും ആയിട്ടുള്ള. പിന്നെ സെർപ്പേ ടെട്ര ഉണ്ട്, ഈ വലിയ ടെയിലിലെ സെൻറ്ററിലെ ഫിഷാണ് സെർപ്പേ ടെട്ര. അത് നോർമൽ സെർപ്പേ അല്ല, വെയിൽ ടെയിലായിട്ടുള്ള സെർപ്പേ ടെട്രയാണ്. പിന്നെ ലെമൺ ടെട്രയുണ്ട്, ഈ കളറിലെ സൈഡിൽ പോലത്തെ ഒരു ഫിഷാണ്, നല്ല രസമാണ്, അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. പിന്നെ ഉള്ളത് ഏഞ്ചൽ ഫിഷാണ്. ഏഞ്ചൽ നോർമൽ ഏഞ്ചലല്ല, എൻ്റെ കയ്യിലുള്ളത് BSP ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏഞ്ചലാണ്. പക്ഷേ കുറച്ചുകൂടെ കളർ ഉണ്ടാവും. നോർമലി ഇവർ കുറച്ച് കളർ കുറവാണ്, പക്ഷെ നല്ല സൈസ് ഉണ്ട്. മെയിൽസ് 2 നല്ല സൈസാണ്. പിന്നെ ഒരു ഫീമെയിൽ ഉണ്ട്, അതത്ര ആക്റ്റീവ് അല്ല. ഇത്രയൊക്കെയാണ് നമ്മളെ ഡിസ്കസ് ടാങ്ക് മെയ്റ്റ്സ് ആയിട്ടുള്ള ഫിഷസിൻ്റെ കാര്യം. പല ഫിഷസും പല സ്വഭാവമാണ്. ചിലത് പെട്ടെന്ന് ഫുഡ് കഴിക്കും, ചിലത് മെല്ലെ കഴിക്കും, ചിലത് താഴ്ന്ന് കഴിക്കും, ചിലത് മുകളിൽ നിന്ന് കഴിക്കും. അങ്ങനെ ഓരോ ഫിഷിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസും കാര്യങ്ങളും ഉണ്ട് ഈ ടാങ്കിൽ. റിക്കോ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് ഓരോരാളും ഓരോരോ പണി എടുക്കും. അതായത് പ്ലക്കോസ് ക്ലീൻ ചെയ്യും, കോറിഡോറോ നിലത്തിൽ ഫുഡ് കഴിക്കും, ടെട്രാസ് അത്യാവശ്യം ആക്റ്റീവായിട്ട് വെക്കും. പിന്നെ ടെട്ര ഡിസ്കസിൻ്റെ കൂടെ പോകുന്ന ഫിഷാണ്. രണ്ടും പീസ്ഫുള്ളായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്നൊരു ഫിഷസാണ്. പിന്നെ ഈ ടാങ്ക് ശരിക്കും പറഞ്ഞാൽ മുന്നേ പ്ലാന്റഡ് അല്ലായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ജസ്റ്റ് നാട്ടിൽ വന്നപ്പോഴാണ് ഇതൊന്ന് പ്ലാന്റഡ് ആക്കാൻ പ്ലാൻ ഉണ്ടായി. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഡ്രിഫ്റ്റ് വുഡ് അതിന് മുകളിൽ കുറച്ച് പ്ലാന്റ്സും കൂടെ അറ്റാച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിലിപ്പോൾ കാണുന്ന പ്ലാന്റ് വെച്ചാൽ അനൂബിയസ് കോയിൻ ലീഫ് പറഞ്ഞ പ്ലാന്റാണ്. അത് ഒരു 5-6 പീസ് ഉണ്ട് അതിൽ. വുഡല്ല, അത് റോക്കാണ്. അപ്പോൾ റോക്കിന് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ബാക്കിൽ കാണുന്ന നീളമില്ല ഇലയുള്ളത് ജാവ ഫേൺസാണ്. അത് കുറച്ചും കൂടെ ഹെൽത്തി ആവാനുണ്ട്. ഞാൻ കൊണ്ടുവന്ന് കുറച്ച് നാളായി, പക്ഷേ പ്രോപ്പർലി പ്ലാന്റ് ചെയ്തത് ഇപ്പോഴാണ്. പിന്നെ എന്താ ചെടി കടിച്ച് പറിക്കുന്നുണ്ട് ഒരു തന്നെ ഇവിടുന്ന്. ഈ ചെടി വെച്ചാൽ അതൊരു ഡ്രിഫ്റ്റ് വുഡിന് സ്റ്റിക്ക് ചെയ്തതാണ്. അത് ബ്യൂസി ഫലാന്ത്രര എന്ന് പറഞ്ഞൊരു ചെടിയാണ്, നല്ല രസമാണ്. കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഇതതിൻ്റെ ചെറിയ പീസസാണ്.
അപ്പോൾ അത് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് അത് അതിൽ തന്നെ ശരിയാവും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതൊക്കെ വളരെ മെയിൻ്റനൻസ് കുറവുള്ള പ്ലാന്റ്സാണ് കമ്പയർ ചെയ്യുമ്പോൾ. എക്സ്ട്രാ ഫെർട്ടിലൈസർ വേണ്ട, എക്സ്ട്രാ ലൈറ്റ് വേണ്ടെന്ന് വെച്ചാൽ ഇല്ലേലും ചെടി ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മെയിൻ്റനൻസ് കുറവില്ല ചെടി ഇതിൽ ആഡ് ചെയ്ത്. പിന്നെ ആ ബാക്കിലുള്ള നീളുള്ള ചെടി വെച്ചാൽ അത് വാലിസ്നേരിയ എന്ന് പറഞ്ഞ ചെടിയാണ്. അത് അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ടാവും വലുതായാലും. അക്വേറിയം ഫുള്ളായിട്ട് വലുതായി നിൽക്കുമെന്ന് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഡ്രിഫ്റ്റ് വുഡ് ഉണ്ട് എൻ്റെ കയ്യിൽ ആക്ച്വലി. പിന്നെ ലാവ റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നീട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത്രയും കാലം ടാങ്ക് ഒന്നും ഉണ്ടായില്ല, ജസ്റ്റ് അക്വേറിയം സാൻഡ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് സെറ്റപ്പായി ഫിഷ് ഒന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ടൈം ഞാൻ ജസ്റ്റ് ഓരോന്നോരോന്നായി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ടാങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 6-7 ടൈപ്പ് ഡിസ്കസ് ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ വലിയ ഡിസ്കസ് ആണ് എൻ്റെ ടൈഗർ ടർക്കോയ്സ്. മെയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൾ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്, നല്ല ഷേപ്പാണ്. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഡിസ്കസ് ഈ ടാങ്കിൽ. പിന്നെ വരുന്നത് അതിൻ്റെ ബ്ലൂവിൻ്റെ ബാക്കിൽ ബ്ലൂ കൊബാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്കസ് ഉണ്ട്. അതൊരു ഫീമെയിൽ ആണെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തത് ഇവന് പെയർ ചെയ്യാൻ, പക്ഷേ ഇതുവരെ പെയർ ആയിട്ടില്ല. പിന്നെ ഈ ഫ്രണ്ടിലുള്ള ബ്ലൂ ഡയമണ്ടാണ്. ഇതും ബ്ലൂ ഡയമണ്ടാണ്. വീഡിയോയിൽ അത്ര കളർ കാണില്ല, പക്ഷെ നല്ല കളറാണ് രണ്ടാളും കാണാൻ. പിന്നെ ഇത് ആൽബിനോ പ്ലാറ്റിനം വൈറ്റ് പറഞ്ഞ ബ്രീഡാണ്. പിന്നെ ഇത് ഇറപ്ഷൻ്റെ കുട്ടിയാണ്. ഒരു 5-6 ഇറപ്ഷൻ ഉണ്ട് ഈ ടാങ്കിൽ. ഇതും ഇറപ്ഷനാണ്. പിന്നെ ഇത് ജർമ്മൻ റെഡ് ടർക്കോയ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഡിസ്കസാണ്. പക്ഷേ ഇത് ഹൈ ബോഡിയാണ്, ഇതിൻ്റെ ബോഡി ഷേപ്പ് വ്യത്യാസമാണ്. പക്ഷെ കുട്ടിയാണ്. ഇതൊക്കെ ഞാൻ റീസെൻ്റ്ലി എടുത്തതാണ്. ഒരു 10-14 പീസ് ഉണ്ട് ചെറിയ ടിക്കിരികളും. പക്ഷേ അത്യാവശ്യം വളർന്നു ഇപ്പോൾ എല്ലാവരും. പിന്നെ ഈ ഫിഷ് വെച്ചാൽ ഇത് ബ്ലൂ റിം റെഡ് കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കസാണ്. അതിൻ്റെ ചിറകിൻ്റെ സൈഡിലൊക്കെ നല്ല കട്ടി ബ്ലൂ വരും കുറച്ച് വലുതാകുമ്പോൾ. ഇപ്പോൾ കുറച്ച് കളർ കുറവാണ്. പിന്നെ വരുന്നത് ബാക്കിൽ നമ്മുടെ ഗോൾഡൻ ചെക്കർ ബോർഡാണ്. ഇവിടെ വിളിച്ചൊക്കെയാണ്. അപ്പം ഗോൾഡൻ ചെക്കർ ബോർഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഫുഡ് കൊടുത്ത് ടെട്രാവിറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അതിപ്പോൾ ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡായി. അപ്പോൾ ഇനി ഗോൾഡൻ എന്ന് പറയാൻ പറ്റുമോ, അതിന് ഒരു ഓറഞ്ച് ചെക്കർ ബോർഡ് എന്ന് പറയാം നമുക്ക്. പിന്നെ ഈ കാണുന്ന സ്പോട്ടുള്ളത് റെഡ് റൂബിയിലെ പോലെ എന്ന് പറഞ്ഞ ഡിസ്കസിൻ്റെ കുട്ടിയാണ്. കുട്ടിയെ ചെയ്തപ്പോൾ ഒരു 2.5 to 3.5 അടുത്തില്ല, ഒരു 3 ഇഞ്ചിനടുത്ത് ഉണ്ട് ഈ ഫിഷ് കുട്ടികളൊക്കെ. പിന്നെ ഡിസ്കസിനെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ന്യൂട്രീഷനാണ്. അപ്പോൾ ഫുഡ് ഞാൻ കൊടുക്കുന്നത് മെയിനായിട്ട് ടെട്രാവിറ്റ്സാണ്. പിന്നെ 1-2 ഫുഡ്സും കൂടി ഉണ്ട് എക്സ്ട്രാ. ഡിസ്കസ് ഫുഡ് പറഞ്ഞ കമ്പനീൻ്റെ ഗ്രാൻഡ് ചാമ്പ്യൻ ഗ്രാനുലേറ്റ് ഞാൻ കൊടുക്കാറുണ്ട്. ഇത് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല കളറും ഷേപ്പും ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും, ഒരുത്തൻ്റെ കളർ മാറിയതുണ്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് ഫുഡ് കൊടുത്ത് നോക്കാം. അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ടാണ് ഫുഡ് കൊടുക്കാറ്. ഡിസ്കസിനൊരു ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാനൊരു 4-5 വട്ടം കൊടുക്കും മിനിമം, ചിലപ്പോൾ അതിലും കൂടുതൽ വട്ടം കൊടുക്കും. പക്ഷേ ഞാനിവിടെ ഇല്ലാത്ത സമയം അച്ഛനും അമ്മയും ജസ്റ്റ് 2-3 നേരമായിട്ട് കൊടുക്കും. ഒരു നേരം ടെട്രാവിറ്റ്സ്, മറ്റേ നേരം ഡിസ്കസ് ഫുഡ്, അല്ലെങ്കിൽ സെറ, അങ്ങനെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. ഇതൊക്കെ മിക്സ് ആയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഫിഷ് എന്തും കഴിക്കും. ഏത് ടൈപ്പ് ഓഫ് ഫുഡ് കൊടുത്താലും അവർ അങ്ങനെ സെലക്റ്റീവായിട്ട് കഴിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാനെല്ലാം മിക്സ് ചെയ്ത് ട്രെയിൻ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഡിസ്കസിനെ വളർത്താൻ പ്ലാൻ ഉണ്ടെങ്കിലും സ്റ്റാർട്ടിങ് തൊട്ട് പല ടൈപ്പ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം അത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ ഡിസ്കസിനെ വളർത്തുമ്പോൾ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫുഡ്, മെയിനായിട്ട് ഫുഡിൻ്റെ ക്വാളിറ്റി, ബ്രാൻഡ്, അതൊക്കെ നോക്കി കൊടുക്കാം. 2 ഫിഷ് എവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ മെയിനായിട്ട് ഒരു ഫാക്ടറാണ്. നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റി, നല്ല ജനറ്റിക്സ് ഇല്ല ഫിഷിനെ തന്നെ എടുക്കണം. കുറച്ച് എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല. കാരണം ഫിഷിൽ കുറേ കൊല്ലം ലാസ്റ്റ് ചെയ്യണം, നല്ല ഷേപ്പും നല്ല ക്വാളിറ്റി ഉണ്ടാവണമെന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. കാരണം നല്ല ക്വാളിറ്റിയിലെ ഫിഷസ് ആണെങ്കിൽ നല്ല ഗ്രോത്തും നല്ല സൈസും ചെറിയ ടൈമിൽ കിട്ടും. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവും നല്ല ഫിഷസ് ആണെങ്കിൽ. പിന്നെ എല്ലാ ഫീഡും കൊടുത്ത് വളർത്തുന്ന ബ്രീഡേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടെടുക്കാം മാക്സിമം. ഷോപ്പിൽ നിന്ന് എടുക്കാൻ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല, പക്ഷെ നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്സ് ആണെങ്കിൽ ധൈര്യത്തിലെടുക്കാം.
വെള്ളം ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിൽക്കാനുള്ള കാരണം ഫിൽട്രേഷൻ തന്നെ. ഇത്രയും ഫിൽട്രേഷൻ ഇതിലുണ്ട്. ഇത്ര വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ സ്റ്റിൽ ഒരു 2 ഫിൽറ്റർ അങ്ങ് വെച്ചാൽ നമ്മൾ സേഫ് ആയിരിക്കും എപ്പോഴും. ഫിഷിന് വേണ്ടത് മെയിനായിട്ടുള്ളൊരു കാര്യം, ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനാണ് ഇത് പറയുന്നത്. കുറച്ചുകൂടെ വലിയ ഫിഷസിന് അത്ര കുഴപ്പമില്ല, പക്ഷേ മീഡിയം സൈസ് ടു ചെറിയ ഫിഷ് ഒക്കെ അത് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഈ ബാക്കിൽ ഞാൻ വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റേ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അടിയിലും സാൻഡ് ഞാൻ ചൂസ് ചെയ്തത് ലൈറ്റ് കളർ ആയിരുന്നു ആക്ച്വലി. ഇപ്പോൾ ഇവഞ്ച്വലി അത് നല്ല ഫുഡ് വേസ്റ്റും എല്ലാം കൊണ്ട് കളർ ഒരു ബ്രൗൺ ആയതാണ്, പക്ഷേ നന്നായി ഒന്ന് കഴുകിയെടുത്താൽ വൈറ്റ് തന്നെ ആവും. അപ്പോൾ ഡിസ്കസിന് ഏറ്റവും സ്ട്രെസ്സ് കുറക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളർ ആകുമ്പോഴായിരിക്കും അവർ സ്ട്രെസ്സ് കുറവുണ്ടാവുക. അതായത് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടി ഫിഷസ് ആണെങ്കിൽ കുഴപ്പമില്ല, അവർ ജനിച്ച് വളർന്ന സിറ്റുവേഷൻ അതൊക്കെ ആകുമ്പോൾ അവർ സീൻ ഉണ്ടാവില്ല ഇൻ കേസ് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണെങ്കിൽ. പക്ഷേ നമ്മൾ ഇന്ന് പിക്ക് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് വളർത്തുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് കാമായിട്ടുള്ളൊരു സറൗണ്ടിങ്സ് കൊടുക്കാൻ നോക്കുക മാക്സിമം. അപ്പോൾ ഫിഷ് അത്യാവശ്യം നന്നായി ഫുഡും കഴിക്കും, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, എവിടെയും ഒളിച്ച് കൂടില്ല, അസുഖങ്ങളൊന്നും വരാൻ ചാൻസ് കുറവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച 2 ഫിഷസൊക്കെ ഞാൻ കൈ കാണിക്കുമ്പോൾ വരുന്നത് കണ്ടോ, എല്ലാ സൈസും. ആർക്കും പേടിയില്ല, കാരണം ഞാൻ അതിന് ഫുഡ് കൊടുക്കുമ്പോഴും എപ്പോഴും അങ്ങനെ വിളിച്ച് ശീലിപ്പിച്ചു. അപ്പോൾ അവർക്കറിയാം ഞാനൊന്നും അറ്റാക്ക് ചെയ്യില്ല, ഞാനാണ് ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നത് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് ഫിഷസ് അത്യാവശ്യം ആക്റ്റീവാണ്, അവർ സ്ട്രെസ്സ് ആവില്ല എന്ത് കണ്ടീഷൻ വന്ന്. ഞാനിപ്പം ഗ്ലാസ്സിന് പോയി ഒരു അടി കൊടുത്താൽ പോലും അവരത്ര പേടിക്കില്ല, കാരണം അവർക്ക് അത് ആയിട്ട് യൂസ്ഡ് ആണ്. നമ്മൾ മാക്സിമം ഫിഷിനെ ഐസൊലേറ്റ് ചെയ്ത് ഇങ്ങനെ പലതൊന്നും പ്രിവെൻറ്റ് ചെയ്ത് വളർത്താതെ കുറച്ചുകൂടെ എക്സ്പോഷർ കൊടുത്ത് വളർത്തുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ടാങ്ക് പുറത്താണ് വെച്ചിട്ടില്ല വീട്ടിന്. അപ്പം ഫിഷ് പല ടൈപ്പ് ഓഫ് ലൈറ്റിങ് കാണും, പല ടൈപ്പ് ആൾക്കാരെ കാണും, അത്യാവശ്യം മൂവ്മെൻ്റ് ഒക്കെ കാണും. എല്ലാം കണ്ടു വരുന്നതുകൊണ്ടും ടെമ്പറേച്ചർ ആയാലും മഴ പെയ്യുമ്പോഴും ഒക്കെ കുറയും, അപ്പോൾ തന്നെ ഹീറ്റർ ഓൺ ആക്കും. അവർ എല്ലാമായിട്ട് യൂസ്ഡ് ആണ് ഈ ഫിഷസ്, അതുകൊണ്ടാണ് ഇത്ര ആക്റ്റീവായിട്ടുള്ളത്. വേണമെങ്കിൽ എനിക്ക് ഉള്ളിൽ വെച്ച് ലൈറ്റ് സെപ്പറേറ്റ് വെച്ച് വളർത്താം, പക്ഷേ സ്റ്റിൽ എനിക്ക് തോന്നി അവരെ നാച്ചുറലി എങ്ങനെയാണ് ഉണ്ടാവില്ല അതുപോലത്തെ കണ്ടീഷനിൽ വളർത്താം. അതാകുമ്പോൾ ഫിഷ് സർവൈവ് ചെയ്യും. അപ്പോൾ ആരും ഡിസ്കസ് വളർത്താൻ പ്ലാൻ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ തന്നെ ഒരു സെറ്റപ്പ് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ടാങ്ക് കൂടാതെ എൻ്റെ കയ്യിൽ 2 ടാങ്ക് കൂടിയുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതെൻ്റെ പഴയ ടാങ്കായിരുന്നു, ഇതിലായിരുന്നു ഡിസ്കസ് ഉണ്ടായത് പണ്ട്. ഇത് 3 ഫീറ്റിൻ്റെ ടാങ്കാണ്. പിന്നെ ഞാൻ എൻ്റെ ഫിഷ് അത്യാവശ്യം നല്ല സൈസ്, ഈ ഒരു സൈസായി. വലിയ ഡിസ്കസ് ഈ ഒരു സൈസ് ഉണ്ട്, ഓൾമോസ്റ്റ് 6 ഇഞ്ച്, നിയർ 6 ഇഞ്ച് ഉണ്ട്, 6 ഉണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ സ്പേസ് ഇല്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് പുതിയ ടാങ്ക്, വലിയ ടാങ്ക് കിട്ടിയത്. പിന്നെ എൻ്റെ ഒരു ചെറിയ 2 ഫീറ്റിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, അതിൽ ക്രിസ്റ്റൽ റെഡ് ഷിംബ ഉണ്ടായത് മുന്നേ, പക്ഷെ അതിനെ ഞാൻ ഇവിടുന്ന് മാറ്റി ഞാൻ കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ ഈ ടാങ്കിൽ തൽക്കാലം കുറച്ച് ജർമ്മൻ റാംസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ബ്ലൂ റാം ഉണ്ട്, പിന്നെ ജർമ്മൻ ബ്ലൂ റാം ഉണ്ട്. ഇത് ഇലക്ട്രിക് ബ്ലൂ, ഇത് ജർമ്മൻ. അത്യാവശ്യം കുരുത്തക്കേടുണ്ട്, കാരണം അതിനൊക്കെ അടിച്ചിട്ടുണ്ട് മറ്റേ ടൈലൊക്കെ. പിന്നെ പീ പഫേഴ്സ് ഉണ്ട് ഇതിൽ. ഇതൊരു പ്ലാന്റഡ് സെറ്റപ്പിലാക്കിയ ടാങ്കാണ്. അപ്പോൾ അത് നമ്മൾ ചിരട്ടയൊക്കെയാണ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലും ചിരട്ടയുണ്ട്, അതിൻ്റെ മുകളിലൊരു പീലിയ മോസ് എന്ന് പറഞ്ഞൊരു മോസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ഉണ്ട്, കാണും അറിയില്ല. അപ്പോൾ ഡിസ്കസ് ഫിഷിനെ കീപ്പ് ചെയ്യാനും അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ പറ്റുന്ന പോലെ ഹെൽപ്പ് ഔട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. until then, bye bye.